ഞാൻ അവൻ്റെ അമ്മേനോട് കാര്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവൻ്റെ അമ്മയൊരു പോലീസുകാരി ആയതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കി എടുത്ത്. പിന്നെ തൽക്കാലം അച്ഛനോട് പറയണ്ട, പറഞ്ഞാലോ വലിയ സീനാക്കാണ്ട് നിൽക്കാമെന്ന് അവൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. ആടാ ഓക്കെ, അത് നല്ല കാര്യമല്ലേ. വാടാ എടാ, ഗേഡ് വിളിക്കുന്നവാ. എന്താ സാറേ? നിങ്ങളെ കൂട്ടുകാരനയുടെ സുമേഷയുടെ ആ റൂമിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് സാറേ. ഞാൻ പറഞ്ഞില്ലേ ഓൻ്റെ മേത്തെന്തോ ആത്മാവ് കയറി ചേർന്നിട്ടുണ്ട്. നീ ഓനെ പെട്ടെന്ന് വിളിച്ചോണ്ട് പോവാ. ഞാൻ കാടിൻ്റെ ഉള്ളിൽ ഒരു സ്വാമിജി ഉണ്ട്, അയാളുടെ അടുത്ത് കൊണ്ടുപോകാനാ. നീ പെട്ടെന്ന് വിളിച്ചോണ്ട് പോവാ. സുമേഷ എടാ സുമേഷ്, എണീക്ക് ബാ, നമുക്ക് പോണ്ടേ ബാ. സ്വാമിജി എന്തെങ്കിലും ചെയ്യല്ലേ സ്വാമി? ഞാനാടാ, എണീക്ക് ബാ. ഇതാ ഞാൻ പറഞ്ഞ സ്വാമിജി. നമസ്കാരം. ഞാൻ സ്വാമിജി ഒന്നുമല്ല, ഞാനൊരു ആദിവാസിയാണ്. കാര്യം എന്താന്ന് പറയാം, എനിക്കത്ര പ്രായമൊന്നുമില്ല സ്വാമിജി. അത് പിന്നെ അത് ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല, കുറച്ചൊന്നും ഇങ്ങോട്ട് പോവാ, ഞാൻ പറഞ്ഞുതരാം. എന്താ സ്വാമിജി? അത് പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ സ്വാമിജി അല്ല, ഞാൻ ഒരു ആദിവാസിയാണ്. എൻ്റെ പേര് ശ്രീകുമാർ എന്ന് വിളിച്ചാൽ മതി. എന്നാൽ സോറി ശ്രീകുമാർ ചേട്ടാ. നമ്മളെ കൂട്ടത്തിലൊരു നമ്മുടെ സുമേഷ് എന്ന് പറഞ്ഞിട്ടില്ല, നമ്മുടെ ഒരു കൂട്ടുകാരെ ഒരു കാട്ടിനുള്ളിൽ അകപ്പെട്ടതാണ്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ അവൻ്റെ മേത്തെന്തോ ആത്മാവ് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ എന്തെങ്കിലും ചെയ്യാനാവുമോ? ഇതല്ലേ നമ്മുടെ ജോലി. ഓനിങ്ങോട്ട് വിളിക്കുക. വിഷ്ണു വിളിച്ച ബാ 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 ബാ. എടാ സുമേഷ് ബാ. നീ പറഞ്ഞില്ലേ അവൻ്റെ മേത്തൊരു ആത്മാവ് ചേർന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ദേഷ്യം പോലെ സംസാരിക്കും, നമ്മളത് മൈൻഡ് ചെയ്യാണ്ട് നിന്നാൽ മതി. ഓക്കെ. ഇങ്ങോട്ട് വരിക. സുമേഷേ, ഈ കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ ഈ ചുറ്റുപാട് ഏടെങ്കിലും പോയി വീട്ടിലുണ്ടാകും. 1 മണിക്കൂറിനുള്ള ഓനെ തപ്പി പിടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഓനെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അതാണ് ഈ കർമ്മത്തിന്റെ പ്രത്യേകത. അത് മാത്രമല്ല അതെ മാത്രമല്ല ഇതിനൊക്കെ കാരണക്കാരെ അവ വീണെടുത്ത് തൊട്ടടുത്ത് തന്നെ ഒരാളുണ്ടാവും. ചേട്ടൻ പറഞ്ഞില്ലേ ആ വീണെടുത്ത് അയാളുണ്ടാവുമെന്ന്. അപ്പം അയാളെ നേരിടാൻ പറ്റുമോ? ഞാൻ നല്ല പ്രവൃത്തി ചെയ്യുന്ന ആദിവാസി, ഓൻ ചീത്ത പ്രവൃത്തി ചെയ്യുന്ന കാട്ടുവാസി, അത്രേ ഉള്ളൂ. പേൻ ചെന്ന് നോക്കും, ഓനെ പിടിച്ച് 2 എണ്ണം പൊട്ടിച്ചാൽ മതി. വാടാ. ഓ, ഇതാണല്ല നിന്റെ കർമ്മം ചെയ്യുന്ന പാത്രം.